അപ്പോൾ രാമായണ പാരായണം തുടങ്ങാം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ് അവസാനിപ്പിച്ചത് കശ്യപ മുനി ദശരഥനായും അതിഥി ദേവി കൗസല്യയായിട്ടും പുനർജനിക്കുന്നു എന്ന് മഹാവിഷ്ണു ആരോട് പറയുന്നു? ബ്രഹ്മാവിനോട് പറയുന്നു. ശേഷം എങ്ങനെയാണ് വിഷ്ണു ഇവരുടെ പുത്രനായി ജനിക്കുന്നത്, അതായത് ദശരഥൻ്റെയും കൗസല്യയുടെയും പുത്രനായി ജനിക്കുന്നതെന്ന് നമുക്ക് തുടർന്ന് വായിച്ചറിയാം. അമിത ഗുണവാനാം നൃപതി ദശരഥൻ അമലൻ അയോധ്യാധിപതി ധർമാത്മാവീരൻ അമരകുലവരതുല്യനാം സത്യപരാക്രമൻ അംഗജസമൻ കരുണാരത്നാകരൻ കൗസല്യാദേവിയോടും ഭർതൃശുശ്രൂഷയ്ക്കേറ്റം കൗശല്യമേറിയിടും കൈകേയിയും സുമിത്രയും ഭാര്യമാരിവരോടും ചേർന്നു മന്ത്രികളുമായി കാര്യങ്ങൾ വിചാരിച്ചു ഭൂതലമെല്ലാം പരിപാലിക്കും കാലം അനപത്യത്വം കൊണ്ട് പരിതാപേന ഗുരു ചരണാംബുജദ്വയം വന്ദനം ചെയ്തു ചോദിച്ചിടിനാൻ, എന്ത് നല്ല നന്ദനന്മാരുണ്ടാവാനെന്നരുൾ ചെയ്തിടേണം. പുത്രന്മാരില്ലായകയാൽ എനിക്കു രാജാതി സമ്പത്തു സർവവും ദുഃഖപ്രദമെന്നറിഞ്ഞാലും. അപ്പൊ ഇവിടെ ദശരഥനെ വർണ്ണിക്കാട്ടോ. ആദ്യം തന്നെ അമിത ഗുണവാനായിട്ടുള്ള നൃപതിയാണ്, അത്രയും ഗുണങ്ങളുള്ളൊരു രാജാവാണ്. അമലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിശുദ്ധനാണ്. പിന്നെ അമരകുലവര്യ തുല്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുലവര്യൻ ആരാണ്? ദേവന്മാരുടെ കുലത്തിലെ ഏറ്റവും വലിയ ആൾ. അതാരാണ്? ഇന്ദ്രദേവനോട് തുല്യമായിട്ടുള്ള ആളാണ് നമ്മളുടെ ദശരഥനെ കൗസല്യയും കൈകയും സുമിത്രയും ഒക്കെ ആയിട്ട് അവർ ഭയങ്കര സ്നേഹത്തോടെ ഭർത്തൃ ശുശ്രൂഷയൊക്കെ ചെയ്ത് ജീവിച്ച് അവരെല്ലാവരും കൂടി ദശരഥരും ഭാര്യമാരും മന്ത്രിമാരും ഒക്കെ കൂടി രാജ്യം വളരെ നല്ല രീതിക്ക് നടത്തിക്കൊണ്ട് വരുമ്പോഴും ദശരഥൻ്റെ ഉള്ളിലൊരു വിഷമമുണ്ട്. എന്താ ദശരഥൻ്റെ ഉള്ളിലൊരു വിഷമം? തനിക്കൊരു പുത്രനില്ല എന്നുള്ളൊരു വിഷമമുണ്ട്. കൊട്ടാരത്തിലെ രാജഗുരുവായിട്ടുള്ള വസിഷ്ഠമുനിയുടെ കാൽക്കൽ വീണ് നമസ്കാരം പറഞ്ഞ് ചോദിക്കുകയാണ്, എനിക്കൊരു ആൺകുഞ്ഞ് ജനിക്കാൻ വേണ്ടി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് വസിഷ്ഠമുനിയോട് ചോദിക്കുകയാണ്. നമുക്ക് ഓൾറെഡി അറിയാം ദശരഥന് ശാന്ത എന്നൊരു മകളുണ്ട്. എന്നിട്ടും എന്തിനായിരിക്കും ദശരഥൻ ഒരു പുത്രൻ വേണമെന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവുക? ഇന്ത്യൻ ഫിലോസഫി പ്രകാരം തൻ്റെ സമ്പത്തും രാജ്യം നോക്കി നടത്താൻ മാത്രമാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യൻ ഫിലോസഫി പ്രകാരം തനിക്ക് മോക്ഷം കിട്ടണമെങ്കിൽ മരണാനന്തര ക്രിയകൾ, ഈ ക്രമേഷനിലുള്ള ക്രിയകളൊക്കെ പുത്രൻ ചെയ്താലേ മോക്ഷം കിട്ടുള്ളൂ എന്നൊരു ഫിലോസഫി ഇന്ത്യയിൽ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ഒരുപക്ഷെ മോക്ഷം കിട്ടാനും കൂടി ആയിരിക്കും ദശരഥന് ഒരു പുത്രൻ വേണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ടാവുക അന്നത്തെ കാലത്ത് എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. നമുക്ക് എന്തായാലും ബാക്കി വായിക്കാം. വരിഷ്ഠതബോധനൻ വസിഷ്ഠൻ അത് കേട്ടു ചിരിച്ചു ദശരഥ നൃപനോടരുൾ ചെയ്തു, നിനക്കു 4 പുത്രന്മാരുണ്ടായി വരും, അതു നിനച്ചു ഖേദിക്കേണ്ട മനസ്സി നരേപതേ. വൈകാതെ വരുത്തണം ഋഷശൃംഖന ഇപ്പോൾ ചെയ്ക നീ ഗുണനിധേ പുത്രകാമേഷ്ടീ കർമ്മം. അപ്പോൾ ഈ വിഷമം കേട്ടിട്ട് വസിഷ്ഠമുനി ചിരിച്ചോണ്ട് പറയുക, നീ വിഷമിക്കൊന്നും വേണ്ട ദശരഥ, നിനക്ക് 4 പുത്രന്മാരുണ്ടാവും, ഒന്നല്ല 4 അപ്പോൾ ഈ പുത്രന്മാരുണ്ടാവാൻ വേണ്ടിയിട്ട് പുത്രകാമേഷ്ടി യാഗം നടത്തേണ്ടതായിട്ടിരിക്കുന്നു. അതിന് വേണ്ടിയിട്ട് ഋഷിശൃംഖനെ പെട്ടെന്ന് തന്നെ ഇങ്ങോട്ട് വിളിച്ചു വരുത്തൂ എന്ന് പറയുകയാണ്. ഈ യാഗം നടത്താൻ വേണ്ടിയിട്ട് അവർ ഋഷിശൃംഖനെ വിളിക്കും. ഋഷിശൃംഖൻ വന്ന് യാഗം നടത്തും. യാഗത്തിൻ്റെ അവസാനം ഒരു സ്വർണ്ണ തളികയുമായിട്ട് അഗ്നിദേവൻ വരും. എന്നിട്ട് അതിൽ നിന്ന് കുറച്ച് പായസം എടുത്ത് ദശരഥന് കൊടുക്കും. എന്നിട്ട് പറയും, ഈ പായസം ഭാര്യമാർക്ക് കൊടുക്കൂ, ഭാര്യമാർക്ക് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പുത്രഭാഗ്യം ഉണ്ടാവും എന്ന് പറയും. അങ്ങനെ അപ്പോൾ സുമിത്ര അവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം എന്ത് ചെയ്യുന്നു വെച്ചാൽ കൗസല്യയ്ക്ക് പകുതിയും കൈകേയിക്ക് പകുതിയും വെച്ച് കൊടുക്കും ദശരഥൻ. എന്നിട്ട് അപ്പോൾ ഇവരെന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പകുതി കിട്ടിയതിനകത്തുനിന്ന് 2 പേരും ഒരു പങ്ക് സുമിത്രയ്ക്ക് എടുത്ത് വെക്കും. അങ്ങനെ കൈകേയിക്കൊരു പങ്ക്, കൗസല്യയ്ക്കൊരു പങ്ക്, സുമിത്രയ്ക്ക് 2 പേരുടെയും ഓരോരോ പങ്ക് വെച്ച് 2 പങ്ക് കിട്ടും. അങ്ങനെ അവർ ആ പായസം ഭക്ഷിക്കും. ഒരു പങ്ക് കഴിച്ചതുകൊണ്ട് കൗസല്യയ്ക്ക് രാമന് ഒരു പുത്രനായി കിട്ടും, കൈകേയിക്ക് ഭരതന് ഒരു പുത്രനായി കിട്ടും. സുമിത്രയോ 2 പേരുടെയും ഓരോരോ പങ്ക് കഴിച്ചതുകൊണ്ട് ലക്ഷ്മണനെയും ശത്രുഘ്നനെയും 2 പുത്രന്മാരായിട്ട് കിട്ടും. അങ്ങനെയാണ് ഇവരുടെ ജനനം. ദശരഥ മഹാരാജാവിന് ശ്രീരാമൻ, ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ അങ്ങനെ 4 മക്കൾ ജനിച്ചു.
അങ്ങനെ അവർ ഭയങ്കര സന്തോഷത്തോടു കൂടി അവരുടെ നാട്ടിൽ അവരുടെ രാജ്യത്ത് വളർന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചും അറിഞ്ഞും കളിച്ചും ഒക്കെ അവർ വളർന്ന് വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളുടെ മെയിൻ രാമൻ. അപ്പം രാമൻ എങ്ങനെയാണ് വളരുന്ന പ്രായത്തിലെന്ന് നമുക്ക് കേട്ടു നോക്കാം. കോമളന്മാരായോരു സോദരന്മാരുമായി ശ്യാമള നിറം കൊണ്ട ലോകാഭിരാമദേവൻ കാരുണ്യാമൃതപൂർണാപാംഗവീക്ഷണം കൊണ്ടും സാരസ്യാവ്യക്തവർണാലാപപീയൂഷം കൊണ്ടും വിശ്വമോഹനമായ രൂപസൗന്ദര്യം കൊണ്ടും നിശേഷാനന്ദപ്രദ ദേഹമാർദ്ദവം കൊണ്ടും. രാമനെ വർണ്ണിക്കുകയാണ്. ചെറുപ്പകാലത്തിലുള്ള രാമനാണ്. കോമളന്മാരായുള്ള സഹോദരന്മാരുമായി, അതായത് എന്നെപ്പോലെ സൗന്ദര്യമുള്ള സഹോദരന്മാരും ശ്യാമള നിറം പൂണ്ട ലോകാഭിരാമൻ. ശ്യാമള നിറം എന്ന് പറഞ്ഞാലും എന്നെപ്പോലെ കറുത്തിട്ടുള്ള, ശ്രീരാമൻ കറുത്തിട്ടാണല്ലോ. ശ്യാമള നിറം പൂണ്ട ലോകാഭിരാമൻ. ലോകാഭിരാമൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോകത്തിന് തന്നെ സന്തോഷം വരണമെന്ന് ആഗ്രഹിച്ച് ജീവിച്ച രാമൻ. അടുത്ത് എന്താ പറയുന്നത്, രാമൻ്റെ കണ്ണ് എങ്ങനെയാണെന്ന് പറയുന്നത്. രാമൻ്റെ കണ്ണിൽ എപ്പോഴും എന്താ ഉണ്ടാവുക, കാരുണ്യമാണ് ഉണ്ടാവുക. അപ്പം രാമൻ്റെ കണ്ണിൽ കാരുണ്യമാണ് നിറഞ്ഞു നിൽക്കുന്നത്. പിന്നെ കണ്ണ് കണ്ടു കഴിഞ്ഞാൽ എന്താ, പിന്നെ ശബ്ദം, കാഴ്ച കഴിഞ്ഞാൽ ശബ്ദമല്ലേ. ശബ്ദം എങ്ങനെയാണ്, ഭയങ്കര എന്താ സ്വീറ്റായിട്ടുള്ള വോയിസാണ് രാമൻ്റെത്. അത് കഴിഞ്ഞിട്ട് വളരുന്ന കാലത്ത് കേട്ടോ, അത് കഴിഞ്ഞിട്ട് ഭയങ്കര മൃദുലമായിട്ടുള്ള സ്കിന്നാണ് രാമൻ്റെത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ആദ്യം തന്നെ രാമനെ കുറിച്ച് വർണ്ണിക്കുമ്പോൾ പറയുന്നത് അല്ലേ. എന്ത് രസമല്ലേ രാമൻ, സൂപ്പറായിട്ടുണ്ടല്ലേ. ഇത് രസമല്ലേ രാമൻ, ഒരു അമ്പുട് കുട്ടനല്ലേ, ഒരു അമ്പാടി സ്വത്തുമോൻ. ബന്ധുഗദന്താംബര ചുംബനരസം കൊണ്ടും ബന്ധുരദന്താങ്കുരസ്പഷ്ടഹാസാഭ കൊണ്ടും ഭൂതലസ്ഥിതപാദാബ്ജദ്വയയാനം കൊണ്ടും ചേതോമോഹനങ്ങളാം ചേഷ്ടിതങ്ങളെ കൊണ്ടും താതനും അമ്മമാർക്കും നഗരവാസികൾക്കും പ്രീതി നൽകിനാൻ സമസ്തേന്ദ്രിയങ്ങൾക്കുമെല്ലാം. ഇനി എന്താ രാമനെ കുറിച്ച് വർണ്ണിക്കുന്നത്, രാമൻ്റെ ചിരി. എന്തുപൂ പോലെ, ചെമ്പരത്തിപ്പൂ പോലെ ആണ് രാമൻ്റെ ചുണ്ടും അതരവും പല്ലും ഒക്കെ കൂടിയിട്ട് ചിരിക്കുന്നത് കാണാൻ. അത്രയും മനോഹരമായിട്ടുള്ള ചിരിയാണ് കുഞ്ഞു രാമനുള്ളത്. അതിനുശേഷം പിന്നെ പറയുന്നത് എന്താ, രാമൻ്റെ കാൽപാദം ഇതാ മണ്ണിൽ ഇങ്ങനെ അമർത്തി 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 നടക്കുമ്പോൾ പൂക്കൾ ഇങ്ങനെ വിടർന്ന് നിൽക്കുന്നത് പോലെയുള്ള കാൽപാദമാണ് രാമനുള്ളത്. അത് പറഞ്ഞപ്പോഴാണ് ആക്ച്വലി എൻ്റെ അച്ഛൻ എഴുതിയൊരു കവിതയുണ്ട് രാമൻ്റെ കാൽപാദത്തെ പറ്റിയല്ല, കാൽപാദത്തെ പറ്റിയിട്ടാണ്. അത് എനിക്ക് പെട്ടെന്നൊരു ലൈൻ പാടാൻ വേണ്ടി തോന്നി. ആദ്യമതമ്മയ്ക്കും മകൾ നൽകാൻ, പിന്നെ എനിക്കവ ഉണ്ടു രസിക്കാൻ, മുത്തശ്ശിക്കകമിന്നി രസിക്കാൻ, മുറ്റത്തുതിരും പൂകളാവാൻ. അപ്പം അതുപോലെ അയോധ്യ രാജാങ്കണത്തിൽ, അതായത് രാജ്യത്തിലെ തോട്ടങ്ങളിലും മുറ്റത്തുമൊക്കെ പൂക്കൾ പോലെ ആയിരുന്നു കുഞ്ഞിരാമൻ്റെ കാൽപാദങ്ങൾ ഉണ്ടായിരുന്നത്. കാൽപാദങ്ങളുടെ എന്ന ഇംപ്രഷൻ കേട്ടോ, കാൽപാദങ്ങളല്ല, കാൽപ്പാടുകൾ. പിന്നെന്താ പറയുന്നത് ഇവിടെ, ആ നാട്ടിലുള്ള ആ രാജ്യത്തുള്ള കൊട്ടാരത്തിലും പുറത്തും എല്ലാവിടെയുള്ളവരും പ്രജകൾക്കും മുനികൾക്കും എല്ലാവർക്കും അവരുടെ എല്ലാ ഇന്ദ്രിയങ്ങളെയും സന്തോഷിപ്പിക്കുന്ന രീതിയിൽ കാഴ്ചയിലും ശബ്ദത്തിലും എല്ലാ ഇന്ദ്രിയങ്ങളെയും സന്തോഷിപ്പിക്കുന്ന രീതിയിലായിരുന്നു കുഞ്ഞു രാമൻ അയോധ്യ രാജ്യത്ത് വളർന്നിരുന്നത്. അപ്പം ഞാൻ രാമൻ അയോധ്യയിൽ വളരുന്ന കാലം വരെയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇനി ബാക്കി ഞാൻ അടുത്ത പാർട്ടിൽ പറയാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും അറിയിക്കണം. നിങ്ങൾക്ക് ഇനിയും ബാക്കി കഥ കേൾക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ. പിന്നെ ആർക്കെങ്കിലും ഈ കഥയൊക്കെ അറിയണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. നന്ദി.